എല്ലാവർക്കും നമ്മുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അടിപൊളി എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോകണ്ടായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞ ഒരു കിടിലൻ വീഡിയോ എന്ന് തന്നെയായിരുന്നു പറയേണ്ടത്. എന്തായാലും പോട്ടെ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഏകദേശം ഒരു 7-8 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. കുറച്ച് പേഴ്സണൽ തിരക്കുകളും പിന്നെ സ്റ്റോക്ക് വരാനുണ്ടായിരുന്ന കുറച്ച് ഡിലേയും അതാണ് നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റായി പോയത്. അപ്പോൾ പിന്നെ വരുമ്പോൾ നല്ലൊരു ഇതും കൊണ്ട് വന്നാലോ, അത് കാരണമാണ് ഇപ്പോൾ അജ്രക്കിൻ്റെ വന്നപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന അജ്രക്ക് എന്ന് പറഞ്ഞാൽ 290 കട്ടിൽ വരുന്ന ഐറ്റാണ്. റേറ്റ് വന്നിട്ട് 155 പ്ലസ് GST ആണ്. ഇത് മറ്റേ കോഹിനൂർ ഗ്രൂപ്പിൻ്റെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഐറ്റാണ്. അതുകൊണ്ടാണ് ഇതിന് റേറ്റ് ഒരു ഇച്ചിരി അതായത് നമ്മുടെ സാധാ അജ്രക്കയുടെ 2 രൂപയുടെ വ്യത്യാസം കേട്ടോ. അപ്പോൾ വലിയ ആരും പ്രശ്നക്കാരൊന്നുമില്ല. അപ്പോൾ അത് GST ഉൾപ്പെടെ ഏകദേശം 162 ചില്ലറ എന്തോ വരും. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 12 പീസാണ്. അജ്രക്ക ആയതുകൊണ്ടാണ് 12 പീസ് എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ വച്ചേക്കുന്നത്. പിന്നെ ആരും സ്ക്രീൻഷോട്ട് എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. നല്ല തെളിഞ്ഞ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ആ ഫോട്ടോസ് ചോദിച്ചാൽ മതി. കഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ടിക്കറ്റ് അങ്ങനെയൊന്നും അയക്കേണ്ട ആരും. ടിക്കറ്റ് എന്തായാലും കിട്ടില്ല, അത് സെറ്റ് വൈസാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡിസൈൻസ് നമ്മുടെ ചോദിച്ചിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ റിട്ടേൺ അയച്ചു കൊടുത്തായിട്ടോ. അജ്രക്കിൻ്റെ ഡിമാൻഡ് ഏതാണ്ട് ഒരു പെരുന്നാൾ വിഷു ആ ഒരു സമയത്തോടുകൂടി തീർന്നു എന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ എന്നാലും അത് കഴിഞ്ഞ് വീണ്ടും അജ്രക്കിന് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പുതിയ ഡിസൈൻസ് അവിടെ നിന്ന് അപ്ഡേറ്റ് ആവുണ്ടാവും. പിന്നെ നമ്മളായിട്ട് എടുക്കാതിരിക്കണ്ടല്ലോ, അത് കാരണം നമ്മൾ വീണ്ടും എടുത്തതാണ് അജ്രക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ. പിന്നെ ഈ ഡിസൈൻ ഇതിനകത്ത് നല്ല ഡിസൈൻസ് ഉണ്ട്, നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ നമ്മൾ വലിയ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി കാണിച്ച് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് സൂം ചെയ്യുക. നിങ്ങൾ ഫോട്ടോസ് എങ്ങനെയാണ് സൂം ചെയ്യണം അതുപോലെ സൂം ചെയ്ത് നോക്കിയാൽ മതി. കറക്റ്റ് കാര്യം മനസ്സിലാവട്ടോ ഡിസൈൻ എന്താണെന്നുള്ളത്. ചില സമയത്തൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, ചില ഡിസൈൻസൊക്കെ നല്ല ഭംഗിയായിരിക്കും. അത് നമ്മൾ ഓൺലൈനിൽ വിൽക്കുമ്പോൾ അത് പോകില്ല. ഓഫ്ലൈനിൽ ഇവിടെ വന്ന് എടുക്കണവരെല്ലാം അത് തന്നെയായിരിക്കും എടുക്കുന്നത്. പിന്നീട് അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോസിൽ അത് കമ്പനി തന്നെ ചില ഫോട്ടോസിലൊക്കെ നമുക്ക് അതിൻ്റെ ഡിസൈൻ എന്താണെന്ന് മനസ്സിലാവില്ല. അത് കാരണം നമ്മളത് വീണ്ടും നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അത് വീണ്ടും പോകും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് ഡിസൈൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. വെച്ചാൽ 4K വീഡിയോ ആണ്, നല്ല ക്വാളിറ്റിയാണ്. നൂലിൻ്റെ ഇഴ വരെ നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾ 4Kയിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ. പിന്നെ പ്രധാന ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. വീഡിയോ ഇടുമ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ആവണത്. അങ്ങനെയല്ല, നമ്മൾ പുതിയ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മാത്രമാണ് വീഡിയോ ഇടുന്നത്. അത് മുമ്പ് ആഡ് ചെയ്തതും വീഡിയോ ചെയ്യാത്തതായിട്ടൊക്കെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് സ്റ്റോക്കിലുണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. മെസ്സേജ് അയക്കുക, എനിക്ക് ഇന്ന ഐറ്റം വേണമെന്ന് പറയുക. മാക്സിമം 10 മിനിറ്റ് അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഫോട്ടോ കിട്ടിയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറയും, കുറച്ച് സമയം താമസം എന്നുള്ള കാര്യം നമ്മളത് ഇൻഫോം ചെയ്യും കസ്റ്റമറിനെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളൊക്കെ തന്നേക്കണ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെയൊക്കെ എത്തിപ്പെടാൻ നമുക്ക് പറ്റിയത്. നമ്മുടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 13-ാം തീയതി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷമാവുകയാണ്. ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് നമ്മളെ എൻകറേജ് ചെയ്തേക്കണവരുണ്ട്. അവരൊക്കെയൊക്കെ ഒരു സപ്പോർട്ട്, അതായത് ഒരുപാട് പേരെന്നല്ല, എല്ലാവരും എൻകറേജ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് നമ്മൾ ഇതുവരെയും എത്തിപ്പെട്ടത്. അപ്പോൾ ഇനി തുടർന്ന് സപ്പോർട്ടൊക്കെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടു, മെറ്റീരിയൽ വേണ്ടവർ ഫോട്ടോസ് ചോദിച്ചോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പറ്റിയത്, എങ്ങോട്ട് പോവുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതൊക്കെയാണ് എന്താ പറയുക, നമ്മളും കസ്റ്റമർ തമ്മിലൊരു ബോണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. അതിനെക്കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ അന്നത്തെ ദിവസം ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇത് പറയാം കേട്ടോ. നമ്മുടെ ചാനലിൽ ചെയ്യുന്ന വീഡിയോസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ കണ്ടൻറ്റുകൾ ആഡ് ചെയ്യണം, നിങ്ങൾ ഇന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ എന്ത് കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ കമൻറ്റായിട്ട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വാട്സാപ്പിൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ച് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയും കൂടുതൽ ഡിസൈൻസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.